എന്തായാലും അവളെ കുറിച്ച് അഭിമാനമുണ്ട് ഇപ്പോൾ. ഫാമിലിയുടെ ഇൻ്റർനാഷണൽ ഡിസപ്പോയിൻമെൻ്റ് ആയ ഞാൻ അമ്മയ്ക്കും അച്ഛനും സർപ്രൈസായിട്ട് അവരുടെ 27th വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. അതിൻ്റെ കഥയാണ് ഇത്. ഈ ലോകത്ത് മൊത്തം ഫ്രണ്ട്സുള്ള ഒരു അച്ഛനും അമ്മയും 100 പേരെ വെച്ച് ഒരു ഇൻറ്റിമേറ്റ് പാർട്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഞാൻ എൻ്റെ അടിപൊളി ഫ്രണ്ട്സിൻ്റെയും കുറച്ച് നല്ല റിലേറ്റീവ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടായി പോയിട്ടോ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സ്, ചേട്ടൻ്റെ ഫ്രണ്ട്സ്, അയ്യോ എനിക്ക് ഭയങ്കര ഇപ്പോഴാണ് കണ്ടത്. ഭയങ്കര സന്തോഷമായി. പക്ഷെ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കുട്ടിയാണോ പെണ്ണാണോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? എനിക്ക് പെൺകുട്ടിയാണ് ഇഷ്ടം. രാവിലെ 10 മണിക്ക് മെട്രോ കയറി ഇങ്ങോട്ട് എത്തണം, നമുക്കിവിടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ റെഡി ആവണം എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അച്ഛനെ അമ്മേനെയും വീട്ടിൽ നിന്ന് മാറ്റി കൊടുത്താലാണ് അവിടെ ഇവന്റ് പ്ലാനേഴ്സിന് വന്നിട്ട് പന്തലും ബാക്കി ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ റെഡിയാവുന്ന സമയത്ത് എൻ്റെ പാവം അച്ഛൻ നെറ്റ്ഫ്ലിക്സിൽ 2-2.5 മണിക്കൂറിൻ്റെ പടം കണ്ടിരിക്കേണ്ട അവസ്ഥയായിരുന്നു. അച്ഛന് രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ ഈ ഫ്ലാറ്റിൽ വന്നിരുന്നിട്ട് ആകെ ബോറടിക്കാൻ തുടങ്ങി. ഫോട്ടോഗ്രാഫർ എവിടെയെന്നായിരുന്നു ഫുൾ ടൈം ചോദിക്കുന്നത്. 27 വർഷം മുന്നേ കല്യാണത്തിനാണ് എൻ്റെ അമ്മ ഒന്ന് പാർലറിൽ പോയി ഇങ്ങനെ ഒന്ന് ഒരുങ്ങുന്നത്. പിന്നെ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ഒന്ന് ഹെയറൊക്കെ വെച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എനിക്കിതുവരെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഈ വെഡിങ് ആനിവേഴ്സറി പാർട്ടിക്ക് സർപ്രൈസായിട്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നത്. ഓൾറെഡി ടെൻഷൻ അടിച്ചിറങ്ങിയ ഞാൻ ഹീൽ ഇട്ടുകൊണ്ടാണ് വണ്ടി ഓടിച്ചത്. അവിടെ ചെന്ന് ഞാൻ ഹീൽ ഇടുന്ന ഗ്യാപ്പിന് സർപ്രൈസ് പൊളിഞ്ഞാലോ എന്ന് ഓർത്ത് എത്തിയ ഉടനെ അമ്മയുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. അച്ഛന് പക്ഷെ ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫറിന് ലോകത്തില്ലാത്ത ഡിലേ, ഫ്ലാറ്റിൽ പ്ലാൻ ചെയ്ത ഷൂട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണോ, അങ്ങനെ പലതും. ഇവരാഗ്രഹിച്ചിരുന്ന എല്ലാവരെയും എനിക്ക് അവിടെ വിളിച്ചു വരുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും ഫോൺ കട്ടെടുത്ത് അതിൽ നിന്ന് വേണ്ടപ്പെട്ടവരുടെ നമ്പർ എടുത്ത് അത് കോപ്പി ചെയ്ത് ഇവരെയൊക്കെ കഴിഞ്ഞ ഒരാഴ്ച ഇരുന്ന് വിളിച്ചാണ് ഞാൻ ഇവിടെ എല്ലാവരെയും എത്തിച്ചത്. എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി.